ഓൾ ടൈം റെക്കോർഡാണോ നമ്മുടെ ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് 229 വണ്ടികൾ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട്. അപ്പൊ റേസഡാറിന്റെ ഏറ്റവും കൂടിയ വണ്ടി റാലി വണ്ടി. റേയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക്. ഷോറൂമിൽ ഇരിക്കുന്ന ഇഷ്ടംപോലെ എല്ലാ വണ്ടികളും ഇരിക്കുന്നുണ്ട്. അതുപോലെ എൻഡോർക്കും നല്ല ക്ലീൻ പീസ് സിംഗിൾ ഓണർ വണ്ടി. സീറ്റ് നമുക്ക് 2022, 23, 24 ഇപ്പൊ എല്ലാം ഇരിക്കുന്നത്. ഇവിടെയാണ് കളക്ഷൻസ് ഇല്ലേ നമ്മുടെ സംഭവങ്ങൾ. ന്യൂ എഡിഷൻ വണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ടിവിഎസിന്റെ 3 RR3 ആണ് കേരളത്തിൽ എങ്ങും കിട്ടാത്ത വിലയ്ക്ക് വരാൻ കേട്ടോ. പുത്തൻ വണ്ടികളാണ്. 2000 കിലോമീറ്റർ, 4000 കിലോമീറ്റർ, 4000 കിലോമീറ്റർ. ഇതല്ല മറ്റേ സംഭവം ദുൽഖറിന്റെ വണ്ടി. ദുൽഖറിന്റെ വണ്ടി തൊട്ട് പോകാൻ നേരത്ത് BM-ന്റെ കളക്ഷൻസ് അന്നും ഇന്നും എന്നും പറഞ്ഞ പോലെ ഇഷ്ടംപോലെ വണ്ടികൾ നമ്മൾ എടുത്ത് നോക്കാറുണ്ട്. എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. 4000 കിലോമീറ്റർ റാലി ഇരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഇരിക്കുന്നില്ല. 200 ഒക്കെ ഡൂക്കും 390 അഡ്വഞ്ചർ 390 എങ്ങും കിട്ടത്തില്ല. കിട്ടാത്ത വിലക്ക് ഓണർഷിപ്പ് അണ്ടർ വാറന്റി ആയിട്ടുള്ള വണ്ടി. V3 V4 ഇഷ്ടംപോലെ ഉണ്ട്. ഏതൊക്കെ പറയണമെന്ന് നമുക്ക് 2024, 23 ഒക്കെ ഉള്ളത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പൊ ദ ലെക്സ് മോട്ടോറോഡ് എന്ന പ്രീമിയം യൂസ്ഡ് ബൈക്ക് ഷോറൂമിൽ ഞാൻ എത്തിയിട്ടുണ്ട് അല്ലേ. അച്ചു ബ്രോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഓണത്തിന് നമ്മൾ എല്ലാ സ്ഥലത്തും ചെയ്തായിരുന്നു, കൊച്ചിയിലും പല സ്ഥലങ്ങളും. അപ്പൊ പല ആൾക്കാരും കമന്റ് ഇട്ടായിരുന്നു ലെക്സിൽ എവിടെ എന്തായിരുന്നോ കാരണം ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് യൂട്യൂബിലെ സെയിലൂടെ താങ്ങാൻ പറ്റില്ല ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും നല്ല സെയിലായിരുന്നു. റെക്കോർഡ് സെയിൽ എന്തോ ചെയ്തു. 229 വണ്ടി നമുക്ക് സെയിലായി. 229 വണ്ടി നമ്മൾ സെയിൽ കഴിഞ്ഞ മാസം നമുക്ക് 229 വണ്ടി. അപ്പൊ അതിപ്പോ ഓൾ ടൈം റെക്കോർഡാണോ അതോ ഓണം റെക്കോർഡാണോ? ഓണത്തിനനുബന്ധിച്ച് പോയ വണ്ടികളാണ് അത്രയും. ഓൾ ടൈം റെക്കോർഡാണോ നമ്മുടെ ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് 229 വണ്ടികൾ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട്. അപ്പൊ പുതിയ വണ്ടികളുടെ സ്റ്റോക്കും കാര്യങ്ങളും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ആള് പിന്നെയും തിരക്കിലായിരുന്നു. ഒരു കണക്കിനൊക്കെ ഒപ്പിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് വീണ്ടും തിരക്കാണ്. ഇപ്പൊ 2-3 ദിവസമായിട്ട് ആൾക്കാർ ഈ GST കുറയുമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടികളുടെ വിലയെല്ലാം കുറയും, ചിലതിനൊക്കെ കൂടും എന്നുള്ള ഇതില് കുറച്ച് ഇപ്പം തിരക്ക് കുറവ് വന്നിട്ടുണ്ട്. സ്കൂട്ടറൊക്കെ അതുകൊണ്ട് ഇപ്പൊ അധികം എടുക്കുന്നില്ല. ഇഷ്ടംപോലെ സ്റ്റോക്ക് ആയിട്ടുണ്ട്. എടുത്ത വണ്ടികളൊക്കെ നിലവിൽ ഇരിക്കുവാണ്. പുതിയത് അതിന്റെ ഒരു റേറ്റും കാര്യം നോക്കിയിട്ട് എടുക്കണുള്ളൂ. 2-3 ദിവസമായിട്ട് സെയിൽ കുറച്ച് ഡള്ളാണ്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നമ്മുടെ കത്രിക്കടവ് റോഡല്ലേ ഇത്? കത്രിക്കടവ് കടവന്ത്ര റോഡില് ബിസ്മിയുടെ ഹൈപ്പർ മാർക്കറ്റ് അതിനോട് ചേർന്ന് തന്നെ ലെക്സ് മോട്ടോറാണ് ആണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ ലൊക്കേഷനും കാര്യങ്ങളും കോൺടാക്ട് നമ്പർ എല്ലാം കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഏത് വേണം? ഇതെല്ലാം ഇന്നിപ്പം വന്നിരിക്കുന്ന വണ്ടികളാണ് കേട്ടോ. ഇപ്പൊ വന്നേക്കുന്ന വണ്ടികളാണ്. ഫോട്ടോ എടുത്ത് നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് വെച്ചേക്കുന്ന വണ്ടികളാണ്. അപ്പൊ എന്ത് പ്രത്യേകത ഉണ്ടോ ഇതിന്? പ്രത്യേകതയൊന്നും ഇല്ല. ന്യൂ എഡിഷൻ ജിക്സർ 59 രൂപയുള്ളൂ. 59 രൂപ. ഏത് ഇയർ? 2019 സിംഗിൾ ഓണർ ഹൈ ക്വാളിറ്റി വണ്ടി. അതുപോലെ 2025 NS 200 1,49,000 രൂപ. ഓക്കെ. റോണിൻ നിസാര കിലോമീറ്റർ 7000 കിലോമീറ്ററിന്റെ ഓടിയിട്ടുള്ളൂ. 7000 1,42,000 രൂപയ്ക്ക് കൊടുക്കാം. 1,42,000. പിന്നെ 2024 പുത്തൻ TVS-ന്റെ സ്പോർട്ട് 56 രൂപയുള്ളൂ കേട്ടോ. 56,000 പുത്തൻ വണ്ടി. നിസാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജൂപ്പിറ്റർ 2019 50 രൂപ താഴെ കൊടുക്കാൻ പറ്റും നമുക്ക്. ഈ എൻടോർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ. എത്ര കോടി ഉണ്ടാവും? ഇതൊക്കെ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2024 മോഡൽ 9,000 കിലോമീറ്റർ. 19,000. ഇത് 96,000 രൂപ. ഇതാണെങ്കിലോ? ഇത് 23 മോഡല് നമുക്കൊരു 82,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ ഫിനാൻസ് ഇടുന്ന വണ്ടികളാണ്. ഏകദേശം എത്ര വരും? ഏകദേശം ഒരു 15 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ്. ഓണത്തിന് കുറെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 5,000 രൂപ 10,000 രൂപയൊക്കെ മതിയായിരുന്നു. സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടാ ഒറ്റയ്ക്ക് ഒരു ഇപ്പൊ കസ്റ്റമർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വെച്ചേക്കുന്ന വണ്ടിയാണ്. 2021 RTR 200 നമുക്ക് ലാസ്റ്റ് ഒരു 81,000 രൂപയ്ക്ക് കൊടുക്കാം. 21 വണ്ടി. ഇത് മാത്രമല്ല നമ്മുടെ അകത്ത് ഇഷ്ടം പോലെ പ്രീമിയം കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു വെറൈറ്റി കുറച്ച് സ്കൂട്ടേഴ്സും മൈലേജ് വണ്ടികളും കാണിച്ചിട്ട് അകത്തേക്ക് പോകുമ്പോൾ നിൽക്കുകയാണ്. ഒരു പുത്തൻ FC കൂടെ അതേ വന്നിട്ടുണ്ട്. 1000 കിലോമീറ്റർ. വെറും 1000 കിലോമീറ്റർ. 1300 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എന്ത് വില? 1,25,000 രൂപയ്ക്ക് കൊടുക്കും. 1,25,000 രൂപയാണ് 1000 കിലോമീറ്റർ. 61,000 രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. കുറച്ച് വില ഇപ്പൊ കുറയുമായിരിക്കും. FC വെർഷൻ 4 ആണ്. ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് ഒരു 20,000 രൂപ. 20,000 ഡൗൺ പേയ്മെന്റ്. നിങ്ങൾക്ക് ഈ 1000 സംതിങ് കിലോമീറ്ററോടെ വണ്ടി സ്വന്തമാക്കാം. ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ടല്ലോ. ആദ്യം തന്നെ പുത്തൻ റേസഡാറിന്റെ ഏറ്റവും കൂടിയ വണ്ടി റാലി വണ്ടി കിറ്റൊക്കെ ഉണ്ട്. 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2000 ഓടിയിട്ടുള്ളൂ. നിസാര മാസം. ഇതിപ്പോ ഇതിന് വരുന്നതാണ് വെച്ചേക്കുന്നതാണോ? അതെ അത് വരുന്നതാണ്. റാലിക്ക് വരുന്നതാ. ഞാൻ കണ്ട ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എനിക്ക് തോന്നിയോണ്ട് വെച്ചാണ്. 99 രൂപ. 2000 കിലോമീറ്റർ. 2025 വണ്ടി. ജാവയുടെ കുറച്ചിരിക്കണ്ടല്ലോ. ഫസിനോയും ഒരുപാടുണ്ട്.
ഈ ജാവയുടെ കേസ് എങ്ങനെ ഏതൊക്കെ ഉണ്ട്? ജാവ നമുക്ക് 7000 5000 കിലോമീറ്റർ ഒക്കെ ഓടിയ നിസാര കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. എല്ലാം ഒരു രൂപ താഴെ, ഒരു 96 രൂപ 94 രൂപ 85 രൂപ ഇറക്കാൻ പറ്റും. ആ ഒരു ബഡ്ജറ്റ് ഒക്കെ വരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ വേണ്ട ഒരു ഡ്യൂക്ക് 200 വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചിട്ട് നമുക്ക് വന്നേക്കുന്നേ ഉള്ളൂ. ഇന്ന് വന്നേക്കുന്ന വണ്ടിയാ. ഇപ്പം അതേതാ മോഡല്? 2017 മോഡല്. നല്ല ക്വാളിറ്റി വണ്ടി. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളോ ഒന്നുമില്ല, ഇല്ല, ഒന്നുമില്ല. മീറ്റർ പുതിയ മീറ്റർ കിടക്കുന്ന, കൃത്യമായിട്ട് കിലോമീറ്റർ പറയാൻ പറ്റത്തില്ല. മീറ്റർ ഒക്കെ 2017 വണ്ടി വെറും 99,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 20,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം. 17 മോഡലാണ്, വെറും 99,000. ഇനി റേയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക്. ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. റേ ഇരിക്കുന്നുണ്ട്, ഫാസിനോ ഇരിക്കുന്നുണ്ട്. യമഹയുടെ വമ്പൻ കളക്ഷൻസ് അല്ലേ? ഷോറൂമിൽ ഇരിക്കുന്നവരെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും ഇരിക്കുന്നുണ്ട്. അതുപോലെ എൻഡോർക്കും ഒരുപാട് ഇരിക്കുന്നുണ്ട്. ഈ റേ ഏതൊക്കെ മോഡൽസ് വരുന്നത്? ഇഷ്ടംപോലെ വണ്ടികളുള്ളതുകൊണ്ട് 2022, 2023, 2024, 2025 മോഡൽസ് ഉള്ളത്. ഈ ഇരിക്കുന്ന റേസ് റേറ്റ് ഒക്കെ എത്ര വരും? നമുക്കൊരു 70,000 രൂപ തൊട്ട് 99,000 രൂപ വരെ. 70,000 വണ്ടിയൊക്കെ ഒരു 87 രൂപ 86 രൂപ. എല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ വണ്ടികളാണ്. ഒരു 10-15 ഒക്കെ മതിയാവോ ഡൗൺ പേയ്മെന്റ്? 15 രൂപ 20 രൂപ ഡൗൺ പേയ്മെന്റ് എല്ലാ വണ്ടിയും സ്വന്തമാക്കാൻ പറ്റും. കംപ്ലീറ്റ് വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ്. അതുകൊണ്ട് ഇതൊക്കെ 23 മോഡൽ വണ്ടിയാ. ഫസിനോ ഏറ്റവും കൂടിയ മോഡല്, മോഡല് നമുക്കൊരു 83,000 രൂപ മോഡല്. പിന്നെ നോർമൽ ഇരിക്കുന്നുണ്ട്. 24 ഫസിനോ ഒക്കെ പുത്തൻ വണ്ടി 88 രൂപയ്ക്ക് കൊടുക്കുക. 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 88,000 രൂപയാണ് വരുന്നത്. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ന്യൂ ഷേപ്പ് നമുക്ക് ഒരു 58,000. ആ എല്ലാ വണ്ടിയൊക്കെ നമുക്ക് ഒരു 58,000 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. എല്ലാ കളേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 58,000 രൂപയ്ക്ക് കൊടുക്കാം. എല്ലാ കളേഴ്സും ഉണ്ടല്ലേ? എല്ലാ കളറും ഉണ്ട്. എൻടോർക്ക് നമുക്ക് 2021, 22, 23, 24 വരെയുള്ള മോഡൽസ് ഉള്ളത്. 24 മോഡലിന് ഞാൻ നേരത്തെ 95 രൂപ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കി 23 വണ്ടിയൊക്കെ ഒരു 82 രൂപ 83. പിന്നെ ഈ വണ്ടിയുടെ എല്ലാത്തിന്റെ ഡീറ്റെയിൽ നമ്മുടെ പേജിലുണ്ട്, ലെക്സ് മോട്ടോർ. അപ്പൊ ഇത് 23 മോഡൽ. ഇതൊക്കെ നമുക്കൊരു 77 രൂപയ്ക്ക് കൊടുക്കാം. 77 രൂപ. അപ്പോ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് അതമ്മ പറഞ്ഞല്ലേ, വാസിനോ പറഞ്ഞാണ്. പക്ഷെ ബൈക്കിന്റെ സെക്ഷനിലേക്ക് പോവാം. ബൈക്ക് സെക്ഷൻ സിംഗിൾ ഓണർ വണ്ടി നമുക്കൊരു 87,000 രൂപയ്ക്ക് കൊടുക്കാം. 87,000 രൂപ. നല്ല ഹൈ ക്വാളിറ്റി ഒരു ക്ലാസിക് ഒരു 84 രൂപയ്ക്ക് കൊടുക്കാം. 2 റോണിന് ഇരിക്കുന്നുണ്ട്. റൗണ്ടിനൊക്കെ നമുക്കൊരു 130, 35, 40 റേഞ്ച് ഒക്കെ വരുന്നത്. ഈ ഗ്ലാമർ പാഷൻ എക്സ്റ്റെക്ക് പുത്തൻ വണ്ടി 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5000 കിലോമീറ്റർ. പുതിയ വണ്ടി 25, 24 ലാസ്റ്റ് വണ്ടി. ലാസ്റ്റ് 5000 കിലോമീറ്റർ. 5460 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വില എത്ര വരുന്നുണ്ട്? നമുക്കൊരു 76 രൂപയ്ക്ക് കൊടുക്കാം. 76. ഗ്ലാമറിന്റെ ഗ്ലാമറൊക്കെ ഒരു 76,000 രൂപയ്ക്ക് കൊടുക്കാം. 76,000 രൂപ കൊടുക്കാം. അതുപോലെ വേണ്ടേ സ്പെഷ്യൽ വണ്ടിയാണോ? സ്പെഷ്യൽ വണ്ടി ഏതാ സാധനം? CNG. ബജാജിന്റെ ഫ്രീഡം 1,43,000 പെട്രോൾ വരുന്നുണ്ട്. ഏകദേശം 1,43,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. നമ്മുടെ വില എത്ര? നമുക്കൊരു 96,000 രൂപയ്ക്ക് കൊടുക്കാം. ഫിനാൻസ് കിട്ടും? ഫിനാൻസ് കിട്ടും. എക്സ്ട്രീം 125 ഇരിക്കുന്നുണ്ട്. നമുക്കൊരു 86,000 രൂപയ്ക്ക് കൊടുക്കാം. 2024 മോഡൽ. 2024 84,000 രൂപ. അപ്പൊ ഇതും ഏകദേശം ഒരു 25-30 മതി എന്ന് വിചാരിക്കുന്നു ഡൗൺ പേയ്മെന്റ്. വേണ്ട, ഇതൊക്കെ ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. 15 ഡൗൺ പേയ്മെന്റ്. അതുപോലെ ഡിയോസ് ഒക്കെ നമുക്കൊരു 77 രൂപ. 2023 മോഡലിനൊക്കെ ഒരു 77. അതേതാ മോഡല്? വൈറ്റ്. അത് 2020 മോഡൽ. 60 രൂപ. പിന്നെ അവിടെ കുറച്ച് റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് ഇരിക്കുന്നുണ്ടല്ലോ. സ്റ്റാർട്ടിങ് ഒരു 55 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ TVSന്റെ കുറച്ച് വണ്ടി പ്ലഷർ, കുറച്ച് മൈലേജ് ഉണ്ടല്ലോ. ഓക്കെ. മൈലേജ് സീറ്റ് ഏതൊക്കെ മോഡൽസ് ഉണ്ട് അവിടെ ഇപ്പൊ അവൈലബിൾ? സീറ്റ് നമുക്ക് 2022, 23, 24 ഇപ്പൊ എല്ലാം ഇരിക്കുന്നുണ്ട്. എന്ത് വില വരും? 2022 ഒരു 50 രൂപ, 23 ഒരു 58 രൂപ, 24 ഒരു 60 രൂപ, 62 രൂപ. അതൊക്കെ മാക്സിമം വില വരുന്നത്. നമ്മള് ഈ വണ്ടിയുടെ വില ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും ഇതിലൊക്കെ? ചെറുത് എന്തായാലും GST ഒക്കെ കുറയ്ക്കുമല്ലോ. അതും അപ്പം നമ്മളിങ്ങനെ വാശി പിടിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല. കുറെ GST കുറക്കുമ്പോൾ നമ്മൾ വണ്ടിയുടെ വില കുറച്ച് നമ്മുടെ പറ്റുന്ന രീതിയിൽ നമുക്കൊരു കാര്യമുണ്ട്. നമ്മൾ ഏകദേശം കഴിഞ്ഞ മാസം തന്നെ ഞാൻ ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് GST അടച്ച ആളാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവ് വരുന്നുണ്ട് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. 18ന്റെ സ്ലാബിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ 12 പറയുന്നുണ്ട് കൃത്യമായിട്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചേക്കുന്നതാണ്. ഇനി വരുമ്പോഴാണ് നമ്മുടെ കാശോളം ഇറക്കി വെച്ചേക്കാണ്. അത് ബിസിനസ് ആകുമ്പോൾ നമുക്ക് വലിയ വണ്ടിയിൽ ഇത് കുറയ്ക്കേണ്ടി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇരിക്കുന്ന വലിയ വണ്ടിയിൽ ഞാൻ വില കൂട്ടും. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഈ റേറ്റിൽ കൊടുക്കണം കേട്ടോ നമ്മള്.
അത് ഉറപ്പായിട്ടും കൊടുക്കാം. ഓക്കെ. അതുപോലെ അവഞ്ചറുകളൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും 38 രൂപ, 42 രൂപ, 2019 ABS മോഡലൊക്കെ നമുക്ക് ഒരു 73 കൊടുക്കാം. പിന്നെ എഡിഷൻ ആണ് കേട്ടോ. 2019 ഇലക്ട്രിക് വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഇലക്ട്രിക് വണ്ടി റിവോൾട്ട് ഒക്കെ ഇരിക്കുന്നത്. അത് ചാർജ് ചെയ്ത് വെക്കണം. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും 65,000 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ. അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് വണ്ടികൾ വന്നിട്ടുണ്ടോ? പുതിയത് വില കൂടിയ ഏതെങ്കിലും സാധനങ്ങൾ വന്നിട്ടുണ്ടോ? വന്ന ന്യൂ എഡിഷൻ വണ്ടികൾ ഒരുപാട്. ഒരു ഹണ്ടർ വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ കൊണ്ടുവന്നിട്ട്. ഇപ്പം വന്നത് ആ ഹണ്ടർ 2023 മോഡൽ ഹണ്ടർ. 23 മോഡൽ ഹണ്ടർ. ഇത് നമുക്കൊരു 1.5 ലക്ഷം രൂപ താഴെ കൊടുക്കാൻ പറ്റും. ഒരു 1,49,000 രൂപയ്ക്ക് 23 മോഡൽ കൊടുക്കാം. 1,49,000 രൂപ. ഇനി ഇവിടെ എന്തെങ്കിലും വണ്ടികളുണ്ടോ? ഇല്ല. അകത്തേക്ക് പോവാം. അകത്തേക്ക് പോകുമ്പോൾ ഇവിടെയാണ് കളക്ഷൻസ് ഇല്ലേ നമ്മുടെ സംഭവങ്ങൾ. ന്യൂ എഡിഷൻ വണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനാണ് ലേറ്റസ്റ്റ് റീൽ ഇട്ടത്. അഡ്വഞ്ചർ 390 കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ. നമുക്കിപ്പോ ഏത് മൂലം തുടങ്ങണം? നമുക്ക് ഈ മൂലം തുടങ്ങാം. ഇത് ഇന്നലെ റീലിട്ട വണ്ടിയാ. ഓക്കെ. ഇത് കച്ചവടമായി. അഡ്വാൻസ് ചെയ്തു. അപ്പൊ കച്ചവടം ഗൈസ്. ഇത് RR 310 ആണ് മൊത്തം ഇരിക്കുന്നത്. RR 310 1 2 3 എത്ര ഉണ്ടാവും? 5 6 TVSന്റെ 3 RR 310 BMWന്റെ 3 RR 310 ഉണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ BMന്റെ വണ്ടികൾ കുറച്ച് നാളായിട്ട് ഇരിക്കുന്ന വണ്ടികളാണ്. നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇതിനൊക്കെ കൂടും റേറ്റ് അല്ലേ? ഇതിനില്ല. 310ന് 350 ഓടുന്നത്. 310നൊക്കെ അതുകൊണ്ട് കുറയും. അപ്പൊ കുഴപ്പമില്ല. ജസ്റ്റ് മാറി. അപ്പൊ ഇതൊക്കെ എന്ത് വില വരും? 2021 വണ്ടിയൊക്കെ നമുക്ക് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,80,000 രൂപ കിട്ടാം. 1,80,000. BMന്റെ ആവുമ്പോ നമുക്കൊരു 3,20,000 ഒക്കെ പറഞ്ഞ വണ്ടിയൊക്കെ ഒരു 3,05,000 രൂപ. നമുക്ക് ഡൗൺ പേയ്മെന്റ് എന്ത് വരും? BMന്റെ ആവുമ്പോ ഏകദേശം 1 ലക്ഷം ഡൗൺ പേയ്മെന്റ്. ഓക്കെ. അടുത്തത് ഒരു മോജോ. കേരളത്തിൽ എങ്ങും കിട്ടാത്ത വിലയ്ക്ക് വരാൻ കേട്ടോ. കിട്ടാത്ത വില എന്ന് പറയുമ്പോൾ കൂടുതലാണോ കുറവാണോ? കുറവ്. 2021 വണ്ടി നിങ്ങൾ എവിടെ വേണേ നോക്കിക്കോ. 2021 മോഡൽ 2 പുത്തൻ ടയറും കാര്യങ്ങളും കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി 1,37,000 രൂപയ്ക്ക്. കേരളത്തിൽ എവിടെയും ഈ വിലക്ക് വണ്ടി കിട്ടില്ല എന്ന് നമ്മള് വെല്ലുവിളിക്കണം. വണ്ടി നമ്മളങ്ങനെ വെല്ലൊന്നും വിളിക്കാറില്ലല്ലോ. 21 വണ്ടി പക്കാ ക്വാളിറ്റി. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ക്ലീൻ പീസ്, ഇഷ്ടംപോലെ ആക്സസറീസ് ലോഡ് ചെയ്തേക്കുന്ന വണ്ടി 1,37,000 രൂപ. ഇതിപ്പോ ഡിസ്കണ്ടിന്യൂ ആയിട്ട് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഫിനാൻസ് കിട്ടും. ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെന്നേ ഉള്ളൂ. ഫിനാൻസ് കിട്ടും. 390 2021 വണ്ടി 2,62,000 രൂപയ്ക്ക് കൊടുക്കാം. നിഞ്ച 8,10,000 രൂപ. 8,10,000. 6XR ആയിരിക്കുന്നത്. 8,10,000 രൂപയുടെ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സൂപ്പർ മീറ്റിയോർ 3 ഇരിക്കുന്നുണ്ട്. പുത്തൻ വണ്ടികളാണ്. 2,000 കിലോമീറ്റർ, 4,000 കിലോമീറ്റർ, 4,000 കിലോമീറ്റർ. ഇതിനൊക്കെ റേറ്റ് കൂടും. 40,000 രൂപയോളം കൂടും. പക്ഷെ നമ്മളിപ്പോ കൂട്ടിയിട്ടൊന്നുമില്ല. ഇല്ല, നമ്മുടെ സെയിം റേറ്റിന് തന്നെ കൊടുക്കുന്നത്. 4,25,000 രൂപ, 4,10,000 രൂപ, 3,90,000 രൂപ. നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡൗൺ പേയ്മെന്റ് 1 ലക്ഷം ഏകദേശം. 1 ലക്ഷം. ഇതിനെല്ലാം 1,00,000 രൂപ ഡൗൺ പേയ്മെന്റ്. 2023 മോഡല് 1.5 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാ. നമുക്കൊരു 67 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. നമുക്കൊരു RC 390 200 പറഞ്ഞില്ല. RC 200ഉം RC 390 നമുക്കൊരു 2,60,000 രൂപയ്ക്ക് കൊടുക്കാം. RC 200 വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2023 വണ്ടി 1,65. ഇതല്ല മറ്റേ സംഭവം. ഈ വണ്ടി മറ്റേ സംഭവം ദുൽഖറിന്റെ വണ്ടി. ദുൽഖറിന്റെ വണ്ടി. എത്രാമത്തെ നമ്പർ? ഈ വണ്ടിയുടെ നമ്പർ എത്ര? റെക്കോൺ ആണ്. മറ്റേ നമ്പർ ഇല്ല. വണ്ടിക്ക് നമ്പർ ഉണ്ടാവല്ലോ. 1 2 3 നമ്പർ ഇല്ല. അങ്ങനെ നമ്പർ ഇല്ല. 7 മോഡലാണ്. ഏറ്റവും കൂടിയ വണ്ടി. അത് ആഡോൺസ് തന്നെ കസ്റ്റമർ ഏകദേശം ഒരു 70,000 രൂപയുടെ ആഡോൺസും ചെയ്തിട്ടുണ്ട്. 20,000 രൂപയുടെ ആഡോൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം 5,40,000 രൂപ കസ്റ്റമർക്ക് ഓൺ റോഡ് പ്രൈസ് അയക്കുന്ന വണ്ടിയാണ്. ഫിനാൻസ് കയറത്തില്ല. നമ്മുടെ റേറ്റ് 3,70,000 രൂപ. വണ്ടി 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്തൊരു അപ്പാച്ചി പുതിയ സാധനം. അപ്പാച്ചി പുതിയ വണ്ടി. അതിന് നമ്മുടെ റേറ്റ് വരുന്നത് ഒരു 2,60,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. വെറും 2,000 കിലോമീറ്റർ. നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് പോകാൻ നേരത്ത് BMന്റെ കളക്ഷൻസ് അന്നും ഇന്നും എന്നും പറഞ്ഞ പോലെ ഇഷ്ടംപോലെ വണ്ടികൾ നമ്മൾ എടുത്ത് നോക്കാറുണ്ട്. എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഒരു 4-5 വണ്ടി പോവുകയും ചെയ്യും. അറ്റ് എ ടൈം ഒരു 10 ഇരുപതെണ്ണം കാണാറുണ്ടല്ലേ? എപ്പോഴും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് മാറി വരുന്നുണ്ട്. ഒരു മാസം നിങ്ങൾക്ക് നമ്മുടെ പേജ് നോക്കിയാൽ തന്നെ കാണുമല്ലോ. BMs എങ്ങനെയായാലും മാസം ഒരു 5 എണ്ണം നമുക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഏതാ മോഡൽസ് വരുന്നത്? 21, 22, 23, 24 എല്ലാ മോഡൽസും ഉണ്ട്. 21നൊക്കെ ഒരു 2.5 ലക്ഷം രൂപ. ഒരുപാട് ആക്സസറീസ് ഉള്ള വണ്ടിയാ. ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ. 22 ഈ വൈറ്റ് വണ്ടി നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2,99,000. 24 വണ്ടിക്ക് 3,40,000.
പുത്തൻ വണ്ടി കേട്ടോ. ഇതൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ്, എടുത്ത് പറയുന്നില്ല ഞാൻ. എല്ലാ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പാ. പിന്നെ കസ്റ്റമറുടെ വണ്ടികളാണ് ഇത്. ഈ ഇരിക്കുന്ന എല്ലാ വണ്ടിയും സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആ. ഇതിലെ 90% BMWs BMWന്റെ ഷോറൂമിൽ തന്നെ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. എക്സ്ചേഞ്ച് വണ്ടി നമ്മൾ എടുക്കുന്നത് കംപ്ലീറ്റ് വണ്ടികൾ. ട്രയംഫിന്റെ 2 വണ്ടി ഇരിക്കുന്നുണ്ട്, സ്പീഡ് 400 T4 ആണ്. 2,05,000 രൂപ. 2,05,000. ഇതാകുമ്പോ 2,00,000 സ്ക്രാംബ്ലർ നിസാര കിലോമീറ്റർ 7,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 2,75,000 രൂപ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ടാവും. ഇവിടെ നിഞ്ച പോലത്തെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ സോൾഡ് ഔട്ട് ആയി. ഇതിപ്പോ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു കസ്റ്റമർ എടുത്തേക്കുന്നത് ഇലക്ട്രിക് വണ്ടി. ഇവിടെ മലയാളീസിനൊന്നും വേണ്ട, എന്നിട്ട് ഹൈദരാബാദ് വന്ന് എടുത്തിട്ട് പോയി. പുള്ളി ഫുൾ പേയ്മെന്റ് വന്ന് ഇപ്പം ഡെലിവറി ചെയ്ത് കൊടുക്കണം നമ്മള്. എന്തായിരുന്നു നമ്മുടെ വില? 59 രൂപ. ഏകദേശം 2 ലക്ഷം രൂപ, 1,91,000 രൂപ വില ഉണ്ടായിരുന്ന വണ്ടിയാണ്. പിന്നെ ഇങ്ങോട്ട് CB200X പുത്തൻ വണ്ടി 2024 മോഡല് 1,47,000 രൂപ. അതുപോലെ ഹിമാലയൻ ഏകദേശം 10,50,000 രൂപയുടെ ആക്സറീസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. 2,89,000 രൂപ. പിന്നെ 14,000 കിലോമീറ്റർ. റാലി ഇരിക്കുന്നുണ്ട്. റാലി 2023 മോഡൽ വണ്ടി നമുക്ക് 1,47,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. 1,47. അതുപോലെ SD-യുടെ അഡ്വഞ്ചർ 6,000-7,000 കിലോമീറ്റർ അങ്ങാണ്ടേ ഓടിയിട്ടുള്ളൂ. അത് 1,65,000 രൂപ. അത് നമുക്ക് ഒരു 1,85 കൊടുക്കാം. പിന്നെ ഡ്യൂക്ക് 390 ലേറ്റസ്റ്റ് എഡിഷൻ ഒക്കെ നമ്മുടെ റേറ്റ് ഒരു 3 രൂപ താഴെ ഉള്ളതൊക്കെ. 3 താഴെ ഉള്ളൂ. കുറക്കണം കുറച്ചൊക്കെ നമ്മള്. അടുത്ത 2 ഡ്യൂക്ക് പിന്നെ 215 220 ആ റേഞ്ചിലൊക്കെ കൊടുക്കാം പുത്തൻ വണ്ടികൾ. പിന്നെ ഇതും കൂടി പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. സെറ്റപ്പ് സാധനം എടുക്കണ്ടല്ലോ. GS ഏതാ മോഡല്? GS ഈ വണ്ടിക്കൊക്കെ 4 ലക്ഷം രൂപ പ്രൈസ് ഹൈക്ക് വന്നേക്കുന്നത്. 4 ലക്ഷം രൂപ 36 ലക്ഷം രൂപ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. ഇനി വരുന്നത് ഇനി വരുന്നതെന്ന് വെച്ചാൽ 2 ദിവസം കൂടെ ഉള്ളു. 22-ാം തീയതി തൊട്ടുള്ള ബില്ലിംഗ് തൊട്ട് 36 ലക്ഷം രൂപ വണ്ടി. അതുകൊണ്ട് തന്നെ വണ്ടി എത്രയും പെട്ടെന്ന് സെയിൽ ആവും. നമ്മുടെ ഇപ്പം തന്നെ കസ്റ്റമർ വന്ന് ഏകദേശം ഒക്കെ പറഞ്ഞു. നമ്മുടെ വില എത്ര? നമുക്ക് 15 ലക്ഷം രൂപ. 2020 മോഡൽ 15 ലക്ഷം രൂപ. ഈ ഡുക്കാറ്റി നമുക്ക് ഒരു 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപ. എല്ലാത്തിനും റേറ്റ് കൂടാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കരസ്ഥമാക്കിക്കോളൂ. ഈ റേറ്റിലൊന്നും ഇപ്പൊ കിട്ടില്ല, ഉള്ളവരെ തരുള്ളൂ. അപ്പോ ഇങ്ങോട്ട് പോകുമ്പോ പിന്നെ ഡൂക്ക് ഇരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് MT ഒക്കെ ഉണ്ടോ? കാണുന്നില്ല. എല്ലാ വണ്ടികളും ഉണ്ട്. നമുക്ക് വണ്ടിയിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഒലാസൊക്കെ നമുക്ക് ഒരു 2-3 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഒലയൊക്കെ എന്ത് വില വരും? ഒലയൊക്കെ ഒരു 65,000 രൂപ. 2024 മോഡൽ ഒല 65,000. എക്സ്പൾസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എക്സ്പൾസ് ഒക്കെ ഒരു 120 റേഞ്ചിൽ. 2022 മോഡല് 2024 ഒക്കെ വേണ്ട ഒരു 133 കൊടുക്കാം. ഹാർലി X440 ഉണ്ട്. ഇതിനൊക്കെ നല്ല രീതിയിൽ വില കൂടാൻ പോകുന്ന വണ്ടിയാ. ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഒരു 2,48,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 7,000 കിലോമീറ്റർ ഓടിയിട്ട്. ഡ്യൂക്ക് ഇഷ്ടം വരയ്ക്കുന്നില്ല. 200 ഒക്കെ ഡ്യൂക്കും 390 ഡ്യൂക്ക് 200 ഒക്കെ നമുക്ക് 2025 പുത്തൻ വണ്ടിയൊക്കെ 1,87,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 1,87,000 രൂപ. 25 വണ്ടിയാണ് കേട്ടോ. 25 വണ്ടി. പുതിയതിനൊക്കെ 2022 ഹിമാലയൻ 27 വരെ വാറന്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടി 2,15,000 രൂപ. 22 മോഡല്. ഡ്യൂക്ക് 250 ഒക്കെ നമുക്ക് ഒരു 1,15 കൊടുക്കാം. 2017 19 വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു 1,40 കൊടുക്കാം. ലേറ്റസ്റ്റ് എഡിഷനും ഓൾഡ് എഡിഷനും ഒക്കെ ഇരിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് എഡിഷൻ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1,95 കൊടുക്കാം. പുത്തൻ വണ്ടി 4,000 കിലോമീറ്റർ. അതുപോലെ ഓൾഡ് എഡിഷൻ ആണെങ്കിൽ ഒരു 1,30 കൊടുക്കാം. ADVയുടെ കേസ് പറയുകയാണെങ്കിലോ? ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. 1 2 3 5 6 ഇരിക്കുന്നുണ്ട്. ഏതൊക്കെ മോഡൽസ് ഉണ്ട്? അത് 2020 തൊട്ട് 24 വരെ ഉണ്ട്. 2020 വണ്ടിയൊക്കെ ഒരു 2,30. ADV 250 ആണെങ്കിൽ 2022 വണ്ടിയൊക്കെ ഒരു 2,15 കേട്ടോ. 390യുടെ കാര്യമാണ് പറഞ്ഞത്. 24 വണ്ടിയാണെങ്കിൽ നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 24 അഡ്വഞ്ചർ 390 എങ്ങും കിട്ടത്തില്ല. കിട്ടാത്ത വിലക്ക് ഓണർഷിപ്പ് അണ്ടർ വാറന്റി ആയിട്ടുള്ള വണ്ടി നമുക്ക് 3 ലക്ഷം രൂപ കൊടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഹണ്ടർ ജാവേണോ? ഹണ്ടർ വണ്ടി 2023 വണ്ടി 1,55. 1,55 പോലും ഇല്ലാത്ത പക്ക 3 ടൺ ആണെങ്കിൽ 3 ടൺ ഒക്കെ നമുക്ക് ഒരു 2,10,000 രൂപയ്ക്ക് കൊടുക്കാം. വില കുറച്ച് കൊടുക്കണം. അടുത്ത 2 ഡൊമിനോർ 2024 ഡൊമിനാറൊക്കെ ഒരു 2,05,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. V3കളും V4കളും പറയണമെങ്കിൽ V3 V4 ഇഷ്ടംപോലെ ഉണ്ട്. ഏതൊക്കെ പറയണമെന്ന് നമുക്ക് ഏതൊക്കെ കളക്ഷൻസ് ഉണ്ട്? V3യുടെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. വേറെ ഒരുപാട് വണ്ടി നമ്മുടെ
വാഷിംഗിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഇൻ ഹാൻഡ് സ്റ്റോക്ക് പറയുമ്പോൾ ഏതൊക്കെ മോഡൽസ് ഉണ്ടാവും? V4 നമുക്ക് 2022, 23, 24 മോഡൽസ് എല്ലാം ഉള്ളത്. എല്ലാം 4000, 2000, 3000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളത്. എല്ലാം നിസാര കിലോമീറ്റർ ഓടിയ 22 വണ്ടിയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1,20,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 1,20,000 1,20,000 തൊട്ട് 2022 മോഡൽ പറഞ്ഞത്. V4 ഇതായിരിക്കുന്നു. V3 ആണെങ്കിൽ 2022 1,20,000 രൂപ കൊടുക്കാം. ഈ വണ്ടി V3 ഏതാ ഏറ്റവും കുറഞ്ഞതിരിക്കുന്നത് മോഡൽ? V3 2024 മോഡല് പുതിയത് 24 V3. എത്ര മാർക്കറ്റ് ഉണ്ടാവും? 24 V3 എന്നൊക്കെ പറയുമ്പോ 150 ഒക്കെ ഉണ്ടാവുമല്ലോ. മിനിമം ഉണ്ടാവും എല്ലായിടത്തും. നമുക്കൊരു 1,36,000 രൂപയ്ക്ക് കൊടുക്കാം. 36 ഇവിടെ ഉള്ള ലോക്കൽ വണ്ടിയാ. കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ ഓടിയേക്കുന്നത് 16,000 കിലോമീറ്റർ ഓടി. 16,000 കിലോമീറ്ററോടെ വണ്ടിയാണ്. 1,36 എന്ന് പറയുമ്പോൾ ഒരു 15-20 ഒക്കെ ഏകദേശം ഡൗൺ പേയ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. 10 ഉള്ളെങ്കിലും നമുക്ക് ഇറക്കാം. പിന്നെ മീറ്റിയോർ ഇതൊക്കെ സോൾഡ് ഔട്ട് ആണ്. അഡ്വാൻസ് വന്ന് അത് എക്സ്പെൻസ് കുറഞ്ഞാന്നുള്ളൂ. ഇതിനൊക്കെ 1.5 ലക്ഷം രൂപയ്ക്ക് വണ്ടിയൊക്കെ എക്സ്പെൻസ് ആണെങ്കിൽ 2021 വണ്ടി. ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു 77,000 രൂപയ്ക്ക് കൊടുക്കാം. SD ഇരിക്കുന്നുണ്ട് കുറച്ച്. Gen 3 Ola S1 Pro നമുക്ക് 95,000 രൂപയ്ക്ക് കൊടുക്കാം. 95,000 രൂപ. 2028 വരെ വാറന്റി ഉണ്ട്. ഈ സ്കൂട്ടർ ആണെങ്കിലോ? ബെൻലിയുടെ സ്കൂട്ടർ നമുക്ക് ഒരു 2,10,000 രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം രൂപ സ്കൂട്ടർ ഒക്കെ ഉണ്ടോ അല്ലേ? ഏകദേശം 4 ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന സ്കൂട്ടറാണ്. പിന്നെ MT ഇരിക്കുന്നുണ്ട് കുറച്ച് ബാക്കിൽ. MTs 2024, 23 ഒക്കെ ഉള്ളത്. 24 വണ്ടിയൊക്കെ നമുക്ക് ഒരു 1,72,000 രൂപയ്ക്ക് കൊടുക്കാം. 1,72,000 രൂപക്കാണ്. CBR ഉണ്ട്. CBR 40,000 രൂപയ്ക്ക് കൊടുക്കാം. 2018 CBR. 2018 CBR. അതുപോലെ എയറോക്സ് ഇപ്പൊ ഒരു 3-4 വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എയറോക്സിന്റെ കേസിൽ ആരോ ലേറ്റസ്റ്റ് 2022 വണ്ടിയൊക്കെ നമുക്ക് ഒരു 1.15 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആരോ ഒരു വീഡിയോയിൽ എയറോക്സ് ഉള്ളടത്ത് പോയിട്ട് വീഡിയോ ചെയ്യാൻ പറയാറുണ്ട്. നമ്മുടെ എല്ലാം ഉണ്ടാവും എയറോക്സ് ഒരു 4 വണ്ടി സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. 2023 എയറോക്സ് ഒക്കെ ഒരു 1.30 താഴെ ഉള്ളൂ നമുക്ക് റേറ്റ്. ഓണർഷിപ്പ് വണ്ടി മീറ്റിയോറൊക്കെ നമുക്ക് 1,70,000 സംതിങ് 77, 74 ആ റേഞ്ച് ഒക്കെ വരുന്നത്. റോണിൻ അവിടെ പറഞ്ഞോളെ പുത്തൻ വണ്ടികളാണ്. 2024 മോഡൽസ് ആയിരിക്കുന്നു. ഈ റോണിൻ 2022 ആണ്. 120. വേറെ ഏതെങ്കിലും വണ്ടി സ്പെഷ്യൽ പറയാനുണ്ടോ? നമുക്ക് ഇത്രയും വണ്ടികളുള്ള 2025 പുത്തൻ ജിക്സർ ആരെങ്കിലും പുതിയത് എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് കണ്ടിട്ട് നോക്കും. 4,000 കിലോമീറ്റർ ഓടിയേക്കുന്ന 25 മോഡല്. എന്ത് വില വരും? 1,25,000. ഏകദേശം 1,88 1,25,000 രൂപയാണ് വരുന്നത്. വേറെ വണ്ടികൾ 4,000 കിലോമീറ്റർ ഒക്കെ ഓടിയ നിസാര കിലോമീറ്റർ ഓടിയൊക്കെ വണ്ടിയുണ്ട്. അതൊക്കെ 1,69,000 രൂപയ്ക്ക് നമുക്ക് റേറ്റ് ഉള്ളു. നമ്മുടെ ഇപ്പോ എത്ര വണ്ടി ഉണ്ടാവും ഇപ്പൊ ഇവിടത്തെ കണ്ടീഷനിൽ? എന്തായാലും 250 പ്ലസ് ഉണ്ട്. നമുക്ക് 2 ഷോറൂം ഉണ്ട്. രണ്ടാമത്തെ ഷോറൂം നമുക്ക് അടുത്ത ദിവസം കാണിക്കാം. അവിടെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഇവിടെ ഇല്ലാത്ത വണ്ടി അവിടെ ഇല്ലാത്ത വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. മൊത്തം 2 ഷോറൂമിൽ ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു 400 പ്ലസ് വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലെ? 400 അല്ല, അതുകൊണ്ടുണ്ടാവും. അവിടെ അത്യാവശ്യം വണ്ടി അവിടെ നമുക്ക് അവിടെ നമുക്ക് അണ്ടർഗ്രൗണ്ടിലും സ്പേസ് ഉണ്ടായിരുന്നു. 500 വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതിൽ 229 വണ്ടികൾ കഴിഞ്ഞ മാസം സെയിൽ ചെയ്തു. അപ്പൊ ഇപ്പം നമ്മള് വാഷിംഗ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫിനാൻസിന്റെ കേസ് ഓൾ കേരള ഇപ്പൊ ഉണ്ടോ? ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഫിനാൻസ് അവൈലബിൾ ആണ്. മിനിമം സിബിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഫിനാൻസിന്റെ ഡോക്യുമെന്റ് വരുന്ന ആധാർ കാർഡ്, പാൻ കാർഡ് മതിയില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഒരു 1,10,000 രൂപ വരെ ഫിനാൻസ് മതി എന്നുണ്ടെങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും ATM കാർഡും ആയിട്ട് വന്നാൽ മതി. അതിന് മേലെയാണെങ്കിൽ അതിന് മുകളിൽ വേണം. നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു 140 വരെ നമുക്ക് സ്പോട്ട് അപ്രൂവൽ കൊടുക്കാൻ പറ്റും. അതിന് മുകളിൽ ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ ലാൻഡ് ടാക്സ് കോപ്പി മസ്റ്റ് ആണ്. ലാൻഡ് ടാക്സ് കോപ്പി ഒരു ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മുകളിലോട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിനാൻസ് നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ വണ്ടി കൊടുക്കാൻ പറ്റും? മണിക്കൂർ മതിയല്ലേ? സ്പോട്ട് ചെയ്യാൻ പറ്റില്ല? ഒരു 1/2 മണിക്കൂറിനുള്ളിൽ സിബിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വണ്ടിയായിട്ട്. അപ്പോ മറ്റേ ദൂരത്തുള്ളവരാണെങ്കിൽ എന്തെങ്കിലും വെരിഫിക്കേഷൻ കാര്യങ്ങളും പെൻഡിങ് വരുമോ? ഉദാഹരണം എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ ഒന്നും കുഴപ്പമില്ല, സ്പോട്ട് അപ്രൂവൽ ഓപ്ഷൻ ഇല്ലാത്തത് കാസർഗോഡ് ഇല്ല, ഇടുക്കി ഇല്ല, വയനാടില്ല. ബാക്കി 11 ജില്ലകളും സ്പോട്ട് അപ്രൂവൽ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ഇടാം. കാരണം ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് A to Z എല്ലാം പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ പേജ് ഉണ്ട്, ലെക്സ് മോട്ടോറുടെ എല്ലാം A to Z കൊടുക്കുന്നുണ്ടല്ലേ? ലെക്സ് മോട്ടോറുടെ 02 ഉണ്ട്. രണ്ടിലും നോക്കിയാൽ ഡെയിലി വരുന്ന വണ്ടിയുടെ 02 അവിടുത്തെ മാത്രമല്ല നമ്മൾ ചെയ്യാറുള്ളൂ. അവിടുത്തെ മാത്രമേ വരത്തുള്ളൂ. ഇവിടത്തെ ലെക്സ് മോട്ടോർ ആണെന്നുള്ള പേജ്.
അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ആളോരോ സ്പെഷ്യൽ ഡീറ്റെയിൽസിന്റെ കാര്യങ്ങളൊക്കെ റീലായിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലേ? ചെയ്യാറുണ്ട്. കച്ചവടം നമുക്ക് ചെയ്യണമല്ലോ. എപ്പോഴും നമുക്ക് വരാൻ പറ്റില്ലല്ലോ, അപ്പൊ ആളും ചെയ്യണമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. അച്ചു ബ്രോ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഷോറൂമിൽ ലേറ്റസ്റ്റ് ചെയ്യാം, കുറച്ചുകൂടി സ്റ്റോക്ക് വരട്ടെ. അപ്പൊ ഇതിന്റെ അടുത്ത ദിവസം ആലുവയും കൂടെ ചെയ്യാം, നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു ഓളൊക്കെ കഴിയട്ടെ, ഇതിന്റെ ഓളൊക്കെ വന്നിട്ട് ഏതൊക്കെ സമയത്ത് വിളിക്കാം? ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ. രാത്രി ഒരു 11 മണി മുന്നേ നമ്മളെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ കോൾ ചെയ്യുന്നവരുണ്ട്, പുറത്തുനിന്നുള്ളവർ ചിലപ്പോൾ ടൈമിംഗ്. അപ്പൊ വിളിച്ചിട്ട് എടുത്തില്ലേ മെസ്സേജ്? ഒരു രാവിലെ ഒരു 7:30ക്ക് ശേഷം രാത്രി ഒരു 11 മണി വരെ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ചോ. നമ്പർ കൊടുക്കാം, ഇവിടുത്തെ നമ്പർ കൊടുത്തേക്കാം. നമ്മുടെ പേജ് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ, ലെക്സ് മോട്ടോറാടി ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ ഡെയിലി വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഓരോ വണ്ടിയുടെ ഡൗൺ പേയ്മെന്റും വണ്ടിയുടെ വിലയും എല്ലാ കാര്യങ്ങളും, ഫോട്ടോസ് ഒരു 10-14 ഫോട്ടോയും എല്ലാം അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ വേറെ ഒന്നും പറയാനില്ല, ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പൊ അച്ചു ബ്രോ പിന്നെ താങ്ക് യു പറയണം. റേറ്റിന്റെ അടുത്ത അപ്ഡേഷനിൽ കാര്യമായിട്ടുള്ള വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 350 cc താഴോട്ടുള്ള വണ്ടിക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ കുറച്ച് വണ്ടികളുണ്ട്, സ്റ്റാൻഡേർഡ് ക്ലാസിക്, അതിനൊക്കെ കുറെ യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ ഒരു 2 കൊല്ലം മുന്നേ കൊടുത്ത സ്റ്റാൻഡേർഡിനൊക്കെ കസ്റ്റമർ എടുത്തോണ്ട് പോയ റേറ്റ് പറഞ്ഞിട്ട് പോലും അവരൊന്നും തരുന്നില്ല. അവര് പറയുന്നത് 2 കൊല്ലം അവർ ഉപയോഗിച്ചതാ, എന്നിട്ട് അവര് പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ വിലയുണ്ടെന്നാ പറയുന്നത്. ശരിയാണ്, ക്ലാസിക്കും സ്റ്റാൻഡേർഡൊക്കെ റേറ്റ് വ്യത്യാസം മൊത്തത്തിൽ വന്നു. പൊതുവെ ഇപ്പൊ GST കേസ് നമ്മുടെ പല വീഡിയോസിലും കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റ് വരട്ടെ, അതിന്റെ റേറ്റ് വരട്ടെ, എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്കൊരു GST കേസ് ഞാൻ പറഞ്ഞുതരാം. GST കേസ് ഞാൻ കഴിഞ്ഞ മാസം ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു. GST ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫോർച്യൂണർ എടുത്തത്. ഫോർച്യൂണർ ആ വണ്ടിക്ക് എത്ര കുറഞ്ഞിപ്പോ? 3,99,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമല്ലേ? ഒറ്റ മാസം 10-15 ദിവസത്തെ വ്യത്യാസത്തില്ല. ഇപ്പൊ ഒരു മാസം ആയിട്ടേ ഉള്ള വണ്ടി എടുത്തു. ഒരു സൂചന തരായിരുന്നു. 3,99,000 എന്റെ കയ്യിൽ പോയി. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കുറെ പേർക്ക് പറ്റി കുറെ പേർക്ക് ലാഭം കിട്ടും. നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ പെട്ടെന്ന് കുറച്ച്. പക്ഷെ നമ്മളും 18 സ്ലാബ് ഇപ്പം ചെയ്തു പോകുന്നത്. GST നമ്മളെ എല്ലാ വണ്ടി പ്രോപ്പർ ആയിട്ട് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു MVD സർട്ടിഫൈഡ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് വണ്ടി തരാം കേട്ടോ. എത്ര എടുത്ത് ഈ സാധനം ഉണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു 2-3 ഷോറൂമുകളിൽ മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റ് MVDയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. ഓതറൈസ്ഡ് ആയിട്ട് വണ്ടി വിൽക്കാനുള്ള, വണ്ടി വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു സർട്ടിഫൈഡ് ഗവൺമെന്റ് തന്നേക്കുന്നതാണ്. 2030 വരെ നമുക്ക് 2030 വരെ ലൈസൻസ് ആയിട്ടുണ്ട്. 25,000 രൂപയാണ് എന്റെ ഫീസ് തന്നെ അല്ലേ? അതെ, ഇതിന്റെ ഫീസ് കാര്യങ്ങൾ, അവരുടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളെല്ലാം കാണും, പാർക്കിംഗ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം. വണ്ടി വിശ്വസിച്ച് തരാം. നിങ്ങൾക്ക് പേര് മാറാൻ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ബില്ലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ MVD സർട്ടിഫൈഡ് ആയതുകൊണ്ട് നമുക്ക് അല്ലാണ്ട് പേര് മാറേണ്ട ഒരു വണ്ടി എടുക്കാനോ കൊടുക്കാനോ സാധിക്കത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇനി പറഞ്ഞാൽ ഞാൻ കൂടി പോകും. അപ്പൊ നമുക്ക് ഒരു വൈൻഡപ്പ് പറഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാല്ലേ? അപ്പൊ അച്ചു ബ്രോ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വീഡിയോ കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ബൈ. അപ്പൊ എല്ലാവരും ജസ്റ്റ് നമ്മുടെ പേജ് കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ, ലെക്സ് മോട്ടോർ. ഓക്കെ, ബൈ.